ഇപ്പം ഞാൻ നിൽക്കുന്നത് അരക്കു വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആന്ധ്രാപ്രദേശിലെ അരക്കു വാലി ഒരു ഹിൽ സ്റ്റേഷനാണ്. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനെയൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് അരക്കു വാലി. ആന്ധ്രാപ്രദേശിന്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ അരക്കു വാലി. നല്ല സ്ഥലമാണ് കേട്ടോ. തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോഴവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നലെ ഇവിടെ വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്തു. റൂമിന് 800 രൂപയായിരുന്നു ചാർജ്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. അങ്ങനെ റൂമിൽ തങ്ങിയതിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. രാവിലെ 10 മണിയാണ് ചെക്കൗട്ട് ടൈം. റൂം ചെക്കൗട്ട് ചെയ്യേണ്ട സമയം 10 മണിയാണ്. അപ്പോഴേ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇതാണ് അരക്കു വാലി ടൗൺ. ദൂരെയായിട്ട് കണ്ടില്ലേ, വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഞാനിവിടെയൊക്കെ കറങ്ങി നടന്നതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. വീണ്ടും അതൊന്നും കൂടെ കാണിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ ഓട്ടോക്കാരൊക്കെ എന്തൊക്കെയോ പാക്കേജൊക്കെ പറഞ്ഞു കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കറങ്ങി കാണിക്കാം. പക്ഷേ ചിലരൊക്കെ അറുത്ത റേറ്റാണ് ചോദിക്കുന്നത്. അത്രയൊക്കെ റേറ്റ് ഉണ്ടോ എന്നെനിക്കറിയില്ല. കാര്യം നമ്മൾ ഈ നാട്ടുകാരനല്ലല്ലോ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ദോശയൊക്കെ ചുറ്റുകൊണ്ട് നിൽക്കുവാണ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാം. വെറൈറ്റി ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, വലിയ പൂരിയും നല്ല അടിപൊളി വടയൊക്കെ ഉണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് പൂരി വേണം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ചോദിച്ചു കേട്ടോ, ഏതാണ് ചാനലിൻ്റെ പേരെന്ന്. അങ്ങനെ പേരൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാവരും സെർച്ച് ചെയ്തു. നെയിം രവി, ശങ്കർ, സായി. അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. സ്പെഷ്യലായിട്ടൊരാൾ വന്നിട്ടുണ്ട്. യെസ്, 1 പ്ലേറ്റ് പൂരി വന്നിട്ടുണ്ട്. നല്ല വലിയ പൂരിയാണ്. പൂരി മസാല ഇതാ കണ്ടില്ലേ. പൂരി മസാലയുടെ വില 40 രൂപ. 2 പൂരി 40 രൂപ. ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. സ്റ്റാൻഡിങ്ങിലും കഴിക്കാം കേട്ടോ, നിന്നുകൊണ്ടും കഴിക്കാം, നമുക്കിരുന്ന് കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ആന്ധ്രാപ്രദേശിലെ പൂരിയൊക്കെ കൊള്ളാം കേട്ടോ. നല്ല വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ പൂരിയല്ല. അങ്ങനെ സായി ടിഫൻ മീൽസ് ഇവിടെ നിന്നാണ് ഞാൻ കഴിച്ചത് കേട്ടോ. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഓക്കെ, രാവിലെ തന്നെ കടകളെല്ലാം, ഫ്രൂട്ട്സ് കടകളെല്ലാം ആക്റ്റീവ് ആയിരിക്കുവാണ്. എല്ലാ കടകളും ആക്റ്റീവ് ആയിരിക്കുവാണ്. ഇപ്പോൾ സമയം 10 മണിയായല്ലോ, 10:30 ആയി. അപ്പോഴെല്ലാം ആക്റ്റീവ് ആയിരിക്കുവാണ്. ഒരു തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. അറിയാമല്ലോ, ഹിൽ സ്റ്റേഷനിലുള്ള ഒരു തണുത്ത അന്തരീക്ഷം. വാഗമൺ, മൂന്നാർ അവിടെയൊക്കെ ഉള്ളതുപോലത്തെ ഒരു അന്തരീക്ഷം. രാവിലെ തന്നെ തണുപ്പിനെ അതിജീവിക്കുന്ന കച്ചവടങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. എന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉപകരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അവിടെ എല്ലാം ഉള്ള ടൈപ്പ് കച്ചവടങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇവിടെ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഓട്ടോക്കാരെല്ലാം എന്നെ സമീപിച്ചായിരുന്നു. അങ്ങനെ അവർ പറയുന്നത് 700 രൂപ, ആദ്യം 1200 പറയുന്നത്. നമ്മൾ അത് പറ്റത്തില്ല, നമുക്ക് അത്രയും പൈസ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ കുറഞ്ഞു വരും. 1000, 800 അങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ 700 വരെ അവരിങ്ങനെ ചവിട്ടി നിൽക്കുവാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ പറയുന്ന കുറച്ച് സ്ഥലങ്ങളൊന്നും എനിക്കത്ര താല്പര്യമില്ല. കാര്യം ഈ മ്യൂസിയം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കുറേ മ്യൂസിയങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കങ്ങനെ മ്യൂസിയം കാണുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, നല്ല കൊക്ക പോലത്തെ സ്ഥലം, പിന്നെ വാട്ടർഫാൾസ് അങ്ങനെയൊക്കെ കാണുന്നതിനോടാണ് താല്പര്യം. അപ്പോഴങ്ങനത്തെ ഏതെങ്കിലും പാക്കേജ് ഉണ്ടെങ്കിൽ അതെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, എന്തായാലും നമുക്ക് ആരെങ്കിലും നമ്മളെ സമീപിക്കുമോ നോക്കാം. അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 600 രൂപയാണ് പറഞ്ഞത്. ഒരു 5 സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ബോറോ കേവ്സും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഓട്ടോയിലേക്ക് കയറാം. അതൊരു ഷെയർ ഓട്ടോയാണ്, എന്ന് വെച്ചാൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു 2 പേര് വേറെയും കൂടെ ഉണ്ട്. അങ്ങനെ ഞാനും കൂടെ ചേർത്ത് 3 പേര്. അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ, 800 രൂപ അങ്ങനെയൊക്കെ ആവും. ഇത് 600 രൂപ ആവുന്നുള്ളൂ. അപ്പോഴെന്തായാലും അദ്ദേഹം ആ 2 പേരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. ആ സമയത്ത് ഞാനൊരു ചായ കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുവാണ്. ബസ് സ്റ്റാൻഡിലാണ് അവരുള്ളത്. വേറെ 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവർ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. യെസ്, എൻ്റെ ചായ റെഡി ആയിട്ടിരിക്കുവാണ്. ചായ കൊള്ളാം കേട്ടോ, നല്ല ചായ. യെസ്, അങ്ങനെ എൻ്റെ ഓട്ടോ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓട്ടോയ്ക്കകത്തേക്ക് കയറാം.
ഇവരാണ് വേറെ 2 പേർ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നാം അനൂപ്, ആരിഫ്. യുവർ നെയിം? പ്രഭുതേജ, ആരിഫ്. യുവർ നെയിം? രാമയ്യ. ഓക്കെ, ദാമയ്യ എന്നാണ് നമ്മുടെ ഡ്രൈവർ ബ്രോയുടെ പേര്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് വലിയൊരു വാട്ടർഫാൾസിലേക്കാണ്. ആ വാട്ടർഫാൾസിന്റെ പേര് കത്തി വാട്ടർഫാൾസ്. കത്തിയാണോ കട്ടിയാണോ എന്തോ ഒരു വാട്ടർഫാൾസ്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കാണുന്നത് ഒരു കോളേജാണ് കേട്ടോ. ഡിഗ്രി കോളേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കോളേജ്. ഒരു കോളേജിന്റെ വലിപ്പമില്ല. കാര്യം ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും കാണില്ലല്ലോ, കുന്നും മലയൊക്കെ അല്ലേ. എന്തായാലും നമ്മൾ പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഇതോ അവിടെ ആയിട്ട് കണ്ടില്ലേ, തട്ടായിട്ടുള്ള കൃഷിയിടങ്ങളെല്ലാം കണ്ട് യാത്ര ചെയ്യാം. എന്നാ നോക്കേ, ഒരുപാട് ദൂരെയായിട്ട് തട്ടായിട്ട് കൃഷിയിടങ്ങൾ. അങ്ങ് ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഈ മുകളിൽ കാണുന്നില്ലേ, ഇത് റെയിൽവേ ട്രാക്കാണ്. നമ്മൾ പോകുന്നതിന് സമാന്തരമായിട്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് കുറച്ച് ഭാഗത്തെല്ലാം. ഇതാ കണ്ടില്ലേ, ഇലക്ട്രിക് ലൈനിൻ്റെ ആ ഒരു ട്രാക്കെല്ലാം കാണാം. വലതു ഭാഗത്തായിട്ട് വലിയൊരു ബൈപ്പാസാണ് വന്ന് കയറുന്നത്. അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് കയറിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ നിന്നും 114 കിലോമീറ്ററാണ് വിശാഖപട്ടണത്തേക്കുള്ള ദൂരം. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നോക്കേ, നല്ലൊരു വ്യൂ ആണ് ഫ്രണ്ടിലേക്ക്. റൈറ്റ് സൈഡിലേക്ക് നോക്കേ, തട്ടായിട്ടുള്ള കൃഷിയിടങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറുതെ പറയുമല്ല, കണ്ണിന് കുളിർമയുള്ള കാഴ്ച. കുളിർമയുള്ള കാഴ്ച. വെറുതെ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നുവാണ്, അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഞാനിത്ര ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നെങ്കിലേ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ ബ്രോ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവർ സ്ഥിരം കാണുന്ന കാഴ്ചയല്ലേ. ഈ റോഡ് നേരെ ചെല്ലുന്നതും നല്ലൊരു വ്യൂ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നേരെ കണ്ടില്ലേ, അവിടെ ആയിട്ട് റോഡ് നോക്കിയ ഒരു രക്ഷയില്ല. ഇവിടെ ആയിട്ടൊരു പൈൻ ഫോറസ്റ്റ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകളൊന്നും ഇറങ്ങി നിൽക്കുന്നതൊന്നും കാണുന്നില്ല. നോക്കിയ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്ത് ഭംഗിയല്ലേ. ആ ഒരു കൃഷിപ്പാടം ഏക്കർ കണക്കിന്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കൃഷിപ്പാടം. നിങ്ങൾ വരണം കേട്ടോ, ഉറപ്പായിട്ടും വരണം. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, ബോറ കേവ്സ് 30 കിലോമീറ്റർ. എന്തായാലും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഇദ്ദേഹം നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ്. കണ്ടില്ലേ, താഴെയായിട്ട് ഒരു കൊക്ക പോലെയാണ്. വലിയ കൊക്കയൊന്നും അല്ല, എന്നാൽ ചെറിയൊരു താഴ്ചയുണ്ട്. നമുക്ക് മുന്നിലായിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ഷെയർ ഓട്ടോ പോകുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെല്ലാം കാണുന്നത് പോലത്തെ ഷെയർ ഓട്ടോ. അത് ടൂറിസ്റ്റുകളല്ല, ഇവിടുത്തെ നാട്ടുകാരാണ്. നിറഞ്ഞാണ് പോകുന്നത്. ബാക്കിൽ ആളില്ല, പക്ഷേ അകത്തൊരു മിനി ബസ്സിൽ കൊള്ളേണ്ട ആൾക്കാർ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഓട്ടോയുടെ മുകളിൽ കോളാമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ട് എന്തൊക്കെയോ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു കാഴ്ച കൊള്ളായിരുന്നു. ഇവിടെ വണ്ടി നിർത്തിയല്ലോ. ലെഫ്റ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇടവഴിയിലേക്ക് കയറി പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം കുറേ ഹമ്പുകളുണ്ട് കേട്ടോ. എന്തായാലും ഉൾവഴികളിലൂടെയുള്ള യാത്ര കൊള്ളാം. ഇവിടുത്തെ പ്രദേശവാസികൾ താമസിക്കുന്ന വീടാണ്. ഇതെവിടെയായിട്ട് നോക്കി, ഒരു ഓടിട്ട് ചരിഞ്ഞിരിക്കുന്ന വീട്, അതിൽ ആൾക്കാർ താമസമുണ്ട്. ഇതാ കണ്ടില്ലേ ഈ വീട്. അങ്ങനത്തെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ചരിഞ്ഞ് വീടാറായിരിക്കുന്ന വീട് കണ്ടിട്ട് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞതല്ല. എന്തായാലും ഈ ഒരു ഗ്രാമ വൈബ്, ഗ്രാമ വൈബുകൾ രസമാണ്. ഇതാ നോക്കി, കന്നുകാലികൾ, തൊഴുത്തുകൾ എല്ലാം കൊള്ളാം അല്ലേ. അടുത്ത ഹമ്പ്. ആ ഇടവഴി കയറി വന്നപ്പോഴും നോക്കേ, അടിപൊളി വ്യൂ. ഇവിടെ കേട്ട് കണ്ടില്ലേ, വേലിയാണ് കെട്ടിയിരിക്കുന്നത്. മുള വെച്ച് കീറി ചെയ്തിരിക്കുന്ന വേലിയാണ്. എന്തായാലും ഈ ഒരു വ്യൂ അടിപൊളി.
ഞാൻ ഈ അടിപൊളി അടിപൊളി എന്ന് പറയുന്നെങ്കിലേ നിങ്ങളത് നേരിട്ട് വന്ന് കാണണം കേട്ടോ. നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഈ ഒരു കാലാവസ്ഥയുടെ ആ ഒരു തണുപ്പും ആ ഒരു കാറ്റും എല്ലാം കൂടെ കൊണ്ട് നല്ലൊരു ഫീല് തോന്നുന്നത്. നോക്കേ, അടിപൊളി ഒരു ഹെയർ പിൻ ബെൻഡും നല്ലൊരു വ്യൂ പോയിന്റ് എല്ലാമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഓട്ടോയുടെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ബാക്ക് വ്യൂവും കാണാം. ഓ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കട്ടിക്ക വാട്ടർഫോൾസിലേക്കാണ്. കട്ടിക്ക വാട്ടർഫോൾസ്. ഞാൻ നേരത്തെ കത്തി എന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. ഇവർ ഈ പറയുമ്പോഴേ ഇവരുടെ പ്രൊനൗൺസിയേഷനും നമ്മൾ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസം വരും. ശരിക്കും ഉള്ള പേര് ആ ഒരു ബോർഡ് വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇപ്പോൾ അറിഞ്ഞത് കട്ടിക്ക വാട്ടർഫാൾസിലേക്കാണ് പോകുന്നതെന്നാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഭയങ്കര വളവുകളും തിരിവുകളും ഉള്ള റോഡാണ് കേട്ടോ. നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുവാണെങ്കിൽ ഒരുപാട് സൂക്ഷിച്ച് വേണം ഇതുവഴി വണ്ടി ഓടിക്കാൻ. ഭയങ്കര വളവും തിരിവുമാണ്. വളവും തിരിവ് മാത്രമല്ല, ഭയങ്കര വളഞ്ഞ് ഉടനെ തന്നെ കയറ്റവും അങ്ങനെയൊക്കെയാണ്. ഇത് വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, നല്ല കയറ്റമാണ്. കൊത്ത ബോയഗുഡ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. റോഡിന് നടുക്ക് കുറച്ച് പട്ടികൾ. സത്യത്തിൽ 600 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല കേട്ടോ. കാര്യം ഇത്രയും തന്നെ ഓടി വന്നത് വലിയ കൊക്കയിലേക്കാണ് വണ്ടി ഓടി വന്നത്. ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം 600 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ലെന്ന്. അങ്ങനെ നമ്മൾ കൊക്കയിൽ നിന്നും താഴേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ കൃഷിയിടമാണ്, കർഷകരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വളവുകളിലൂടെ വളഞ്ഞ് താഴേക്ക് വന്നിട്ട് ഇതാ വീണ്ടും കയറ്റം കയറുവാണ്. ഫസ്റ്റ് ഇട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം എൻ്റെ തലയിടിച്ച്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം എന്താ ഇതേപോലെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിരിബണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ്. ഒരു സ്ഥലം, അങ്ങനെ പ്രത്യേകിച്ച് കടകളോ ഒന്നുമില്ല, ഒരു സ്ഥലം. ഇവരുടെയൊക്കെ ജീവിതമേ ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇവർക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യുന്ന. ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇവർക്കൊരു സിനിമ കാണണമെങ്കിൽ എന്ത് കഷ്ടപ്പാടായിരിക്കും, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതാ നോക്കേ, വീടുകൾ കൊള്ളാലേ. ഭയങ്കര കട്ടറാണ് കേട്ടോ. ഇവിടെ ആയിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്, ചെറിയൊരു പള്ളി. അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നത് കരക്ക വലസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ആയിട്ട് കൃഷിയിടങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് കേട്ടോ. മുകളിലായിട്ട് കന്നുകാലികളിൽ നിന്ന് മേയുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ആടും പശുവും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ കടുക്കി വാട്ടർഫാൾസിന്റെ ഒരു ലോങ് വ്യൂ കണ്ടില്ലേ. എവിടെ? ഇതാ കണ്ടില്ലേ, കടുക്കി വാട്ടർഫാൾസ്. ഈ കാണുന്നതാണ് കടുക്കി വാട്ടർഫാൾസ്. ഒരുപാട് ഹൈറ്റിൽ നിന്നും വീഴുന്ന വെള്ളമാണ്. ഒരുപാട് വെള്ളം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നൂല് പോലെ കാണുന്നെങ്കിലും റോഡ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. റോഡ് ശകടയായിട്ട് കിടക്കുക, കടപ്പടാന്ന് ചാടി വേണം പോകാൻ. കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ആവുന്ന സംസാരം. കണ്ടില്ലേ? ഞാനെന്തോ പറഞ്ഞു വന്നത്, ഈ നൂല് കണക്ക് തോന്നുന്നെങ്കിലും നമ്മൾ അവിടെ നിന്ന് കുളിക്കുവാണെങ്കിൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും വെള്ളത്തിന്. അങ്ങനെ നമ്മൾ കടുക്കി വാട്ടർഫാൾസിന്റെ താഴെ ഭാഗത്ത് എത്താറായിരിക്കുവാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ കടുക്കി വാട്ടർഫാൾസിനടുത്ത് ഓട്ടോ വന്നിറങ്ങിയിരിക്കുവാണ്. അത് ഇവിടെ ബോർഡർ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടം വരെ വാഹനങ്ങൾക്ക് വരാൻ പാടുള്ളൂ. ഇത് എവിടെയൊക്കെ ആയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. നമ്മുടെ ഓട്ടോ തിരിച്ചവിടെ റിവേഴ്സ് ഇട്ടിരിക്കുവാണ്. ഇത് ഇവിടെ എല്ലാമായിട്ട് ബാംബു ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് എവിടെ എല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ, ഇതെല്ലാം ബാംബു ചിക്കനാണ്. ഇവിടെ ആയിട്ട് സാധാരണ ഒരു വാട്ടർഫാൾസിൻ്റെ ഭാഗത്ത് കാണുന്ന കച്ചവടങ്ങളാണ്. പൈനാപ്പിളും പിന്നെ മാങ്ങയും പഴവും എല്ലാം ഉണ്ട്. ഇത് ഈ പൈനാപ്പിൾ കണ്ടില്ലേ, എന്തോ ഒരു പ്രത്യേകതയില്ലേ, നമ്മൾ സാധാരണ കാണുന്ന പൈനാപ്പിൾ പോലെ അല്ല, കുറച്ച് മുള്ള് കുറവാണ്. കണ്ടില്ലേ, ഇത് കൊള്ളാലോ. ഇതാ ഈ കാണുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പഴുത്ത മാങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കേ ആ ഒരു വാട്ടർഫാൾസിൻ്റെ അവിടെ വരെ പോയിട്ട് വരാം. ബാംബു ചിക്കൻ ഫേമസ്. ഇതാ കണ്ടില്ലേ, ബാംബു ചിക്കൻ ഫേമസ് ആണെന്നാണ് പറയുന്നത്. ചിക്കൻ കബാബ് എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വാട്ടർഫാൾസിൻ്റെ പരിസരത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. കുറച്ച് നടന്ന് മുകളിലേക്ക് കയറണം കേട്ടോ. ഇവിടെ എല്ലാമായിട്ടും ഓരോ കച്ചവടങ്ങളൊക്കെയാണ്. കുപ്പിവെള്ളം എല്ലാം ഉണ്ട് കണ്ടില്ലേ. സാധാരണ ഈ കൊടൈക്കനാലും ഊട്ടിയിലൊന്നും ഇതേപോലത്തെ ചെറിയ 1 ലിറ്ററിൻ്റെ കുപ്പിവെള്ളം കച്ചവടം പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ബാംബു ചിക്കന് വേണ്ടിയിട്ടുള്ള മുളയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. എല്ലാം ഉണ്ട്. പുഴുങ്ങിയ ചോളവും നേരത്തെ കണ്ടതുപോലത്തെ പൈനാപ്പിളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ നോക്കേ, കബാബ്, ചിക്കൻ കബാബാണ്. ഇങ്ങോട്ടേക്ക് ഈ കനലിൽ വെച്ച് ചുട്ടെടുക്കും. ഇതാ ഇവിടെയായിട്ട് നോക്കിയ ഒരു പാറ മറിഞ്ഞ് വീണിരിക്കുവാണ്. അതിനകത്തുള്ളൊരു ഡിസൈൻ കണ്ടില്ലേ. ഇതേ ഇവിടെ പുതിയൊരു ബാംബു ചിക്കൻ്റെ ആ ഒരു അടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കട്ടിക്ക വാട്ടർഫാൾസിനടുത്ത് എത്തിയിരിക്കുവാണ്. മദ്യപാനം പാടില്ല, അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം വീഴുന്ന ആ ഒരു ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കാം. ഇതോ കണ്ടില്ലേ, വെള്ളം മുകളിലൂടെ വീണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് വാട്ടർഫാൾസിനടുത്തേക്ക് നടന്നും ഓടിയും എല്ലാം കയറാം. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലേക്ക് പോകുന്ന വഴിയിലെല്ലാം കണ്ടില്ലേ, ഇതേപോലെ ഓരോരോ പുതിയ പുതിയ സ്റ്റാളുകളെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ഇത് തുറന്ന് പ്രവർത്തിക്കുമായിരിക്കാം. വാട്ടർഫാൾസിനടുത്തേക്ക് നടന്നു പോകാൻ കുറച്ച് നടക്കണം കേട്ടോ. കുറച്ച് മല നടന്ന് കയറാനുണ്ട്. നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വുഡൻ ബെഞ്ചൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ആ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് നമ്മുടെ അടുത്തേക്ക് വരുവാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് വാട്ടർഫാൾസിൻ്റെ വെള്ളം ഇങ്ങനെ കണ്ട് കണ്ട് മുകളിലേക്ക് പോവാം. ഇവിടെ എല്ലാം പാറ നോക്കിയ ഒരു പ്രത്യേക ഷേപ്പാണ്, വര വരയായിട്ട് കണ്ടില്ലേ. അങ്ങനെ നമുക്ക് നടന്നു നിന്ന് നോക്കാൻ വേണ്ടി പല പല വ്യൂ ഉണ്ട് കണ്ടില്ലേ. അയ്യോ, നല്ല ഹൈറ്റിൽ. ഒരു രക്ഷയില്ല. നോക്കേ, എങ്ങനെയാ ഇത് വർണ്ണിക്കുന്നത്. ഞാനും ഇവിടെ നിന്ന് ചെറുതായിട്ട് നനയുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ആ ഒരു ഈറനുണ്ടല്ലോ, ഈറൻ നമ്മുടെ പുറത്തേക്ക് അടിക്കുന്നുണ്ട്. ഭയങ്കര മഴയൊക്കെ ഉള്ള സമയത്ത് കുത്തി ഒലിച്ചു വരും. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ്, ഒരുപാട് ഹൈറ്റ്. ബാഹുബലി സിനിമയിൽ പ്രഭാസ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറുമല്ലോ ഒരു മലയുടെ മുകളിലേക്ക്, അതേപോലത്തെ ഒരു സ്ഥലം. അങ്ങനെ ഞാൻ ആ ഒരു കൈവരിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുവാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളിവിടെ വരുന്നവർ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം നോക്കുക കേട്ടോ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, പിന്നെ ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. യെസ്, അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. ഇടൂ, മലന്ന് നോക്കണം കേട്ടോ, ഭയങ്കര ഹൈറ്റ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ബ്രോ അവിടെ കയറി നിൽപ്പുണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും തിരികെ താഴേക്ക് പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞാൻ എൻ്റെ ആത്മാവി നല്ല തണുത്ത വെള്ളം. ഇതാ ഒരാൾ മുടിയൊക്കെ കളർ ചെയ്ത് പോകുന്നതൊക്കെ കൊള്ളാല്ലേ.
പുറത്തെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അന്നത്തെ ദിവസം പോവും. ഇതാ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വേറൊരാളെയും കണ്ടു കേട്ടോ. ഈ മരത്തിലപ്പോൾ തോനെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ മുടി വളർത്തിയ ടീമുകൾ. പുറത്ത് തട്ടിയാൽ ചൊറിഞ്ഞ് ചത്ത്. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തെ ഇവിടെയായിട്ട് നോക്കി ഒരു അടുപ്പിൻ്റെ വർക്ക് നടക്കുവാണ്. ബാംബു കിച്ചൺ ഉണ്ടാക്കുന്ന കിച്ചണിനെ വരത്തുള്ളൂ, ചിക്കൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടുപ്പ് ചെയ്യുവാണ്. അടുപ്പും ആ ഒരു സ്റ്റാളൊക്കെ ചെയ്യുവാണ്. ചെളിയും ചാണകവും എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പഴയ വീടുകളിലെല്ലാം തറയിൽ ചാണകം പുരട്ടുമായിരുന്നല്ലോ. ഒരുപാട് പഴയ വീടുകളുടെ തറയിൽ ചാണകം പുരട്ടുമായിരുന്നു. ഓ യെസ്, ദ ജാക്ക് ഫ്രൂട്ടിൻ്റെ കുരുവിന് എന്തോ പറയുന്നത്? ഇവിടെ എവിടെയോ ഒരു പ്ലാവ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി കഴിച്ചിട്ട് വന്നിട്ടിരിക്കുമായിരിക്കും. അതാ ഇവിടെ നോക്കേ, ചക്കച്ചുള ഇളക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുവാണ്. പിന്നെ അത് എവിടെയായിട്ട് ചക്കക്കുരുവുണ്ട്. ഓ അങ്ങനത്തെ ഇത് വേവിച്ചതും ഉണ്ട്, പച്ചയും ഉണ്ട്. ഓ 20 rupees ഉള്ളി. കൊള്ളാലോ. ഒരെണ്ണം ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിരിക്കുവാണ് ഒരു ചക്കച്ചുള. നല്ല മധുരം. അങ്ങനെ എന്തായാലും ഞാൻ എന്താ ഇവിടെ ഈ ഒരു ചക്കച്ചുള വാങ്ങുവാണ്. 20 രൂപയാണ് വില. ഒരെണ്ണം ടേസ്റ്റ് നോക്കാൻ തന്നായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ താഴെ ഒരാൾ കാവല് കിടക്കുന്ന നോക്കേ. ഇത് എവിടെയായിട്ട് നോക്കേ, മുളയിൽ ചിക്കൻ നിറയ്ക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ വീട്ടിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. മുള വേണമെന്നേ ഉള്ളൂ, ചിക്കൻ വലിയ ക്ഷാമമില്ലല്ലോ കിട്ടാൻ. 1/2 kg 300 rupees. സംഭവം അത്രയും പണിയുണ്ട്. കാര്യം ഒരു മുള മുറിച്ച് വെട്ടിയെടുക്കണം, പിന്നെ അതിനകത്തേക്ക് ചിക്കൻ നിറയ്ക്കണം. ഇത്രയും വിറക് അത്രയും കത്തിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അത്രയും പണിയുണ്ട് കേട്ടോ. 300 രൂപ നഷ്ടം നമുക്കും ഇല്ല അവർക്കും ഇല്ല. കാര്യം നമുക്ക് വലിയ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലല്ലോ ഇത്. എന്തായാലും ഇപ്പോഴും എനിക്ക് വിശക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ, നമുക്ക് നോക്കാം. എവിടെയായിട്ട് കണ്ടില്ലേ, ഭാവിയിലേക്കുള്ള ബാംബു ചിക്കന് വേണ്ടിയിട്ട് 2 പേര് റെഡി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോഴത് എവിടെയായിട്ട് കണ്ടില്ലേ, അവിടെയായിട്ടൊരു ടണലെല്ലാം ചെയ്യുന്നുണ്ട്. റെയിൽവേ ടണലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെവിടെയായിട്ട് ഡ്രസ് ചേഞ്ചിങ് റൂമെല്ലാം ഉണ്ട് കേട്ടോ. വാട്ടർഫാൾസിൽ കുളിക്കാൻ വരുന്നവർക്ക് ഡ്രസ് ചേഞ്ചിങ് റൂമുണ്ട്. പിന്നെ ജെൻസ് ആൻഡ് ലേഡീസ് ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. എന്തായാലും ഇവിടെ ചെയ്യുന്നത് ഫ്രഷ് ചിക്കൻ തന്നെ കേട്ടോ. എല്ലാ കടകളിലും ഓരോരോ കോഴി വീതം നിൽപ്പുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഷൂട്ടിംഗ് ചർച്ച്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വാട്ടർഫാൾസിൻ്റെ പേര് കട്ടിക വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു റോട്ടിലേക്ക് കയറിയിരിക്കുവാണ്. കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് കയറും. ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ലൊക്കേഷൻ്റെ പേര് ഷൂട്ടിംഗ് ചർച്ച്. സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഏതോ ഒരു പള്ളിയാണ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് ചർച്ചിനടുത്ത് എത്തിയിരിക്കുവാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളിയെന്ന്. നമ്മൾ നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അതായത് ഇന്ന് എന്തോ യാദൃശ്ചികമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുവാണ്. ഇതാണ് ഷൂട്ടിംഗ് ചർച്ച്. ഈ ഒരു ലൊക്കേഷനിൽ ആരാണ് സിനിമ ഷൂട്ട് ചെയ്യാത്തത്? അടിപൊളി വ്യൂ ആണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളി. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പാറക്കല്ലിൽ ചെയ്തതാണ്. മതിലുകളിലെല്ലാം പാറകൾ കാണാം. കൊള്ളാം, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ അടുത്തായിട്ട് ഒരു സ്കൂളും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നത് ഒരു സ്കൂളാണ്. പിള്ളേരുടെ കലപില സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്, നിഷ്കളങ്കമായ ശബ്ദം. അങ്ങനെ നമ്മൾ ആ പള്ളിക്കടുത്തെത്തിയിരിക്കുവാണ്. ഇവിടെയൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഈ പള്ളിയുടെ പേര് എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ശരിക്കും ഫ്രണ്ട് സൈഡ് വന്നിരിക്കുവാണ്. ഇതിൻ്റെ ശരിക്കും നല്ലൊരു വ്യൂ കാണണമെങ്കിൽ കുറേ ബാക്കിലേക്ക് നടക്കണം കേട്ടോ. ബാക്കിലേക്ക് നടന്ന് നമ്മൾ വൈഡായിട്ട് പോയെങ്കിലേ ആ ഒരു ഫുൾ വ്യൂ കിട്ടുള്ളൂ. കണ്ടില്ലേ, ഞാൻ നല്ല ബാക്കിലേക്ക് നടന്ന് വന്നു. അപ്പോഴാണ് ആ ഒരു പള്ളിയുടെ ശരിക്കും വ്യൂ കിട്ടിയത്. അടിപൊളി പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ ഭാഗത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ അവിടെ ആയിട്ട് കണ്ടില്ലേ ഒരു
കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ഒക്കെ കാണാം. എന്തായാലും ആ ഒരു വാതിലുകളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കേ, പഴയ നിർമ്മിതി, പഴയ ഒരു പെയിൻറ്റിങ്ങും എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സൈഡിലായിട്ടും ഉണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വാതിൽ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് പെയിൻ്റ് എല്ലാം പോയിട്ട് പഴയ രീതിയിലുള്ള ആ ഒരു മതിലെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഈ ഒരു പള്ളിയുടെ പരിസരത്തേക്ക് നോക്കേ, നല്ല വലിയ വലിയ മലനിരകൾ കാണാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് എവിടെയായിട്ട് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് സൻകരമേട്ട ബാപ്റ്റിസ്റ്റ് ചർച്ച് 17/9/1939. അത്രയും വർഷം പഴക്കമുള്ള പള്ളിയാണിത്. എന്തായാലും ഞാൻ കയറുവാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് വുഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തടിപ്പാലം. ഇവിടെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തടഞ്ഞു നിർത്തിയതൊന്നുമില്ല. യെസ്, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വുഡൻ ബ്രിഡ്ജ് എത്തിയിരിക്കുവാണ്. എവിടെ വുഡൻ ബ്രിഡ്ജ്? ഓതോ അവിടെ ആ കാണുന്നതാണ് വുഡൻ ബ്രിഡ്ജ്. കണ്ടില്ലേ, അവിടെ ആയിട്ട് തടിയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ കോഫി പ്ലാന്റിൻ്റെ എല്ലാം ഓരോ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ ഒരു ഫോട്ടോ ഫ്രെയിം, അത് കൊള്ളാം അല്ലേ. പിന്നെ ഇതാ എല്ലാ മരങ്ങളിലും കുരുമുളകുകൾ പടർത്തി വിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ മരങ്ങളിൽ കുരുമുളകുകൾ പടർത്തി വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ കനോപ്പി വാക്ക് അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടന്ന് മുകളിലേക്ക് കയറാം. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വർത്തിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഇലകൾ പറിച്ചാൽ ഫൈൻ 1000 രൂപയാണെന്ന്. നമ്മൾ ഏത് വഴി വന്നാലും എന്താ കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു വുഡൻ ബ്രിഡ്ജിലേക്ക് വന്ന് കയറും. ഇവിടെ ആയിട്ടൊരു ട്രീ ഡെക്ക് ഉണ്ട്, ഏറുമാടം. ട്രീ ഡെക്ക് 1, ട്രീ ഡെക്ക് 2 അങ്ങനെയൊക്കെ പറഞ്ഞ് ആരോ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രീ ഡെക്ക് 1-ൽ ആൾക്കാരുണ്ട്. നമുക്ക് ട്രീ ഡെക്ക് 2-ലേക്കൊന്ന് പോയി നോക്കാം. ട്രീ ഡെക്ക് 2-ലേക്ക് എത്തിയിരിക്കുവാണ്. കയറി നോക്കാം. ലാഡറൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാരിയിങ് കപ്പാസിറ്റി അറ്റ് എ ടൈം 4 persons only. അങ്ങനെ നമ്മൾ ട്രീ ഡെക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കൈവരി ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെയൊക്കെ പിടിച്ചിങ്ങനെ സേഫായിട്ട് നിൽക്കണം. പിള്ളേരുമായിട്ടൊന്നും മുകളിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. വലിയവർക്കാണെങ്കിൽ കുഴപ്പമില്ല. വലിയവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു വിഷമമില്ലല്ലോ. പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് സങ്കടം. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഇതൊരു ടിപ്പർ ലോറിയൊക്കെ നേരെ പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ ഒരു അന്തരീക്ഷം കൊള്ളാം. നല്ല തണുത്ത അന്തരീക്ഷം, നല്ല ഡാർക്ക് പച്ച ഒരു അന്തരീക്ഷം. കാണാനും ശരിക്കും ഒരു കൊടുങ്കാട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വുഡൻ ബ്രിഡ്ജ് വഴി താഴേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ ആ ഒരു വുഡൻ ബ്രിഡ്ജിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, ഈ ഒരു വുഡൻ ബ്രിഡ്ജ് ഫോട്ടോഗ്രാഫിക്കെല്ലാം പറ്റിയ ബ്രിഡ്ജാണ്. കൊള്ളാം. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് സങ്കരമേട്ട വുഡൻ ബ്രിഡ്ജ് കേട്ടോ, സങ്കരമേട്ട. അങ്ങനെ ഞാൻ മുകളിലെല്ലാം കയറിയിട്ട് താഴേക്ക് വന്നു. ഇവിടെ എല്ലാമായിട്ട് നോക്കേ, കോഫി പൗഡറും പിന്നെ മഞ്ഞപ്പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. പ്യുവർ മഞ്ഞപ്പൊടിയും തേയിലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതാ നോക്കേ, കാപ്പിക്കുരു, അതിൻ്റെ എല്ലാം വില അതിന് മുകളിൽ കാണിച്ചിട്ടുണ്ട്. 120 രൂപയാണ് ഈ ഒരു ടിന്നിൻ്റെ വില, ടിൻ കുരുമുളകിൻ്റെ വില. നല്ലൊരു കോഫി പൗഡറിൻ്റെ മണമുണ്ട് കേട്ടോ, നല്ല മണം. ഇവിടെ എല്ലാം വരിയായിട്ട് ഇങ്ങനത്തെ കടകളാണ് കേട്ടോ. ആ ഒരു കാപ്പിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും തേയിലയുടെയും എല്ലാം കടകൾ വരിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതാ ഇവിടുത്തെ ഒരു സ്റ്റാളിൽ നിന്നും ഒരു ചായ, ഞാനല്ല വാങ്ങിയത്, ബ്രോ മേടിച്ച് തന്നെയാണ്. ചായ അല്ല, സോറി, കോഫിയാണ് കേട്ടോ. കൊള്ളാം, നല്ല കോഫി. നല്ല കോഫി എന്ന് വെച്ചാലേ, ഞാൻ അവസാനമായിട്ടൊരു കോഫി കുടിച്ചിട്ട് എത്ര നാളായി? ഒരുപാട് നാളായി കേട്ടോ ഒരു കോഫി വാങ്ങി കുടിച്ചിട്ട്. കോഫി അങ്ങനെ കുടിക്കാറില്ല. അതുകൊണ്ട് നല്ലത് ഏതാണ് മോശം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു എന്താ പറയുന്നത്, ചായ ആണെങ്കിൽ നല്ലതുപോലെ നമുക്ക് മനസ്സിലാവും. എനിക്ക് കോഫി പക്ഷേ
എല്ലാം ഒരേ മണം കണക്കാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പൊടിയിലായിരിക്കും ഇട്ട് തരുന്നത്, പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ 20 രൂപയാണ് കോഫിയുടെ വില. നല്ല കോഫിയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോഴും നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അടുത്ത ലൊക്കേഷൻ ഗാലിക്കൊണ്ട വ്യൂ പോയിന്റ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേ ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ആ ഒരു വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നു. യെസ്, വണ്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗാലിക്കൊണ്ട വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നേരത്തെ കണ്ടതുപോലത്തെ കടകളെല്ലാം ഇവിടെയുണ്ട്. ചോളവും ബാംബു ചിക്കനും പിന്നെ കബാബും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെയും നേരത്തെ കണ്ട അതേപോലത്തെ കച്ചവടങ്ങൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ബാംബു ചിക്കനും എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അരക്ക് വലിയുടെ സ്പെഷ്യലാണ് ഈ ഒരു ബാംബു കിച്ചനും ഈ ഒരു കാപ്പിപ്പൊടിയും എല്ലാം. എന്തായാലും നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാം. ഇവിടെ ആയിട്ട് എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ. നോക്കേ, താഴെയായിട്ട് റെയിൽവേ ട്രാക്ക് കാണാം. കണ്ടില്ലേ, ട്രെയിൻ അതുവഴി വരുന്ന ഒരു റൂട്ടാണ്. അരക്കു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റൂട്ടാണത്. അവിടെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു കേട്ടോ. അത് കണ്ടില്ലേ, മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. എന്തായാലും കൊള്ളാം ഈ ഒരു വ്യൂ പോയിന്റ്. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം ഒരുപാട് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം അല്ലേ ഈ ഒരു സ്ഥലം. ഇവിടെ ചുറ്റും ഇങ്ങോട്ടേക്കും നല്ലൊരു വ്യൂ ആണ്. ഓക്കെ, വലിയൊരു മലനിര. അതിന് മുകളിലേക്ക് പോകാനുള്ള റോഡൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു ഭാഗമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ താഴേക്ക് നോക്കേ, അവിടെയൊക്കെ ആയിട്ട് തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളെല്ലാം ദൂരെയായിട്ട് കാണാം. എല്ലാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതവിടെ താഴെയായിട്ടൊരു ഊര് കാണുന്നുണ്ട്, കുറേ വീടുകളൊക്കെ ആയിട്ട്. നോക്കേ, അത് കൊള്ളാമല്ലോ. എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റിന്റെ സൈഡിലുള്ള ഇങ്ങനത്തെ കടകൾ കാണാൻ, ഈ ഒരു സ്റ്റാളുകളെല്ലാം കാണാൻ ഒരു പ്രത്യേകതയാണ്. അതാ കണ്ടില്ലേ, കല്ലുകളെല്ലാം അടുക്കിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഗലികൊണ്ട വ്യൂ പോയിന്റ്. ഇതാ ഒരു സ്റ്റാളിൽ ഒരാൾ റെസ്റ്റ് എടുക്കുവാണ്. ഗലികൊണ്ട വ്യൂ പോയിന്റിൽ നിന്നും ഓട്ടോയിലേക്ക് കയറുവാണ്. നെക്സ്റ്റ് ബൊറ കേവ്സ്. യെസ്, നെക്സ്റ്റ് ബൊറ കേവ്സിലേക്ക് പോവുകയാണ്. ബൊറ കേവ്സ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്ഥലം. എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഗലികൊണ്ട വ്യൂ പോയിന്റിലേക്ക് ഉള്ള യാത്രയും നല്ല മനോഹരമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഇതുവഴിയാണ് ബസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നത്. പാറയുടെ കനം 100 അടിയാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 2182 അടി ഉയരത്തിലാണ്. സത്യത്തിൽ അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ. താഴെയായിട്ടെല്ലാം ആൾക്കാർ നടന്നു പോകുന്നത് കാണുന്നില്ലേ.